നമ്മൾ നേരത്തെ വരച്ചത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. അടുത്ത തേർഡ് ടൈപ്പാണ് അമേരിക്കൻ നാഷണൽ ത്രെഡ്. അമേരിക്കൻ നാഷണൽ ത്രെഡിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പിച്ച് 30 mm ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന സമയത്ത് പിച്ച് ശ്രദ്ധിക്കുക, അതുപോലെ എത്ര ത്രെഡ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 3 ത്രെഡാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും 3 ത്രെഡ് തന്നെയാണ് ചോദിക്കാറുള്ളൂ. അപ്പോൾ 3 ത്രെഡ് മാത്രം വരയ്ക്കാൾ സെറ്റ് ചെയ്യുക. പിച്ച് നമുക്കറിയാം, പിച്ച് ഇവിടെ 30 തന്നിട്ടുണ്ട്. ആ 30ൽ എന്ത് ചെയ്യുന്നു, ലൈനുകൾ വരച്ചിടുന്നു. അതേപോലെ നമ്മൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ടോട്ടൽ ഹൈറ്റ് ആണ്. റൂട്ട് മുതൽ ക്രസ്റ്റ് വരെയുള്ള ടോട്ടൽ ഹൈറ്റ്. ഈ 2 ലൈൻ കാണാം. അത് തമ്മിലുള്ള അകലാണ് എത്ര, 25.8 കിട്ടി. നമുക്ക് സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് ഇത് വരയ്ക്കാൻ പറ്റില്ല 25.8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റൗണ്ട് ചെയ്ത് 26 mm ആക്കിയിട്ട് എന്ത് ചെയ്തു, ഈ ഹൈറ്റ് വരച്ചു. ദെൻ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ ലൈൻ കണക്ട് ചെയ്ത് പോയിന്റുകൾ തമ്മിൽ വരച്ചതിന് ശേഷം മറ്റേ ത്രെഡിൽ നിന്നൊരു വ്യത്യാസം വന്നിരിക്കുന്നത്, ഇവിടെയെല്ലാം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിലും ബ്രിട്ടീഷ് അസോസിയേഷനിലും ഇവിടെ ആർക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആണ്. ഇതിൻ്റെ ക്രസ്റ്റിലും റൂട്ടിലും വരുന്ന ഏരിയ സ്ട്രെയിറ്റ് ആണ്. അത് മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ആംഗിൾ വ്യത്യാസം വരുന്നത് 60 ആണ്. ബ്രിട്ടീഷ് അസോസിയേഷനിൽ 47.5 ആയിരുന്നെങ്കിൽ ഇത് 60 ഡിഗ്രി. ഈ 60 ഡിഗ്രി നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 60 ഡിഗ്രി ആംഗിൾ നമുക്ക് കിട്ടും. ഇനി കഴിഞ്ഞ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിൽ 0.236 ആയിരുന്ന സ്ഥാനത്ത് h/8 ആയി. h/8 എന്ന് പറഞ്ഞാൽ എന്താ, ഇതേ ഈ നമ്മൾ വരച്ച ഫ്ലാറ്റ് സർഫസ് തമ്മിൽ റൂട്ട് വരെ, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് സർഫസ് തമ്മിൽ ക്രസ്റ്റ് വരെയുള്ള അകലാണെന്ത്, 3 mm. ഇനി h3 എന്ന് പറഞ്ഞാൽ എന്താ, 2 ഫ്ലാറ്റ് സർഫസ് തമ്മിലുള്ള അകലം. അതാണ് ഇത്ര h3 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 19.35. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 20 mm ആക്കി. കാരണം സ്കെയിൽ ഉപയോഗിച്ച് 19.35 വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് 20 mm ആക്കിയിട്ട് നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെ ഈ ത്രെഡ് വരുന്ന ഭാഗം മാത്രം ഡാർക്കൺ ചെയ്തിട്ട് ഹാച്ച് ചെയ്യുക. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ നാഷണൽ ത്രെഡായി.